ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതും നോമ്പ് തുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയതുമായിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ് ഞാനിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത്. നമ്മളിത് 2 രീതിയിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് ആവിയിൽ പുഴുങ്ങി എടുക്കുന്നുണ്ട്, ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചു എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം പരിപ്പൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 1 കപ്പോളം റവയാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ റവ എടുക്കാം. ഇനി ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ നേരത്തെ എടുത്തു വെച്ചിരുന്ന കശുവണ്ടി പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കുന്നത് നെയ്യിലാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരിക്കലും നമ്മളിത് വറുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ റെഡിയാക്കരുത്. വെളിച്ചെണ്ണയിൽ റെഡിയാക്കുമ്പോൾ ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കശുവണ്ടി പരിപ്പ് നല്ലോണം ഒന്ന് ഇളക്കി ഒരു ഗോൾഡൻ കളർ ആവണ വരെയും ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഗോൾഡൻ കളറായാൽ മതി. അപ്പോൾ നമ്മളുടെ കശുവണ്ടി പരിപ്പ് അത്യാവശ്യം വറന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിങ്ങ നല്ലോണം ഒന്ന് വീർക്കണ വരെയും ഇളക്കി കൊടുക്കാം. ഉണക്കമുന്തിരിങ്ങ നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വീർത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇത് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മളുടെ മുന്തിരിങ്ങയൊക്കെ നല്ലോണം മറന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. ഏലക്കാപ്പൊടി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി നമ്മളുടെ തേങ്ങ ഒരുപാടൊന്നും അങ്ങോട്ട് വറക്കണ്ട. ഇത് എണ്ണയൊക്കെ ഇടുന്ന് പൊരിയുമ്പോൾ ഒരു പ്രത്യേക മണം വരും. ആ മണം വരണ വരെയും ഒന്ന് വറുത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ലോണം വറന്ന് മണം വന്നിട്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഇനി നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ റവയും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ പാനിലോട്ട് വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് റവ ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം ഇളക്കി വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടാവുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. നല്ല കളറ് മാറണ വരെയും ഒന്ന് വറുത്തെടുക്കണം. എന്ന് വിചാരിച്ചത് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ഒരു ക്രീം കളർ ആവണ വരെയും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം, ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ. ഇപ്പം നമ്മളുടെ റവ അത്യാവശ്യം ഒരുവിധം ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിവിടെ മീഡിയം മധുരത്തിനുള്ള പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ ചേർക്കണമെങ്കിൽ പച്ചവെള്ളത്തിലും റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പാല് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പാല് ചേർക്കുന്നത്. പാല് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് വറ്റിപ്പോവും, റവ വെന്ത് കിട്ടൂല. ഇപ്പം നമ്മളുടെ റവ അതേ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റവ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിൽ മതിയാവും. നമ്മളുടെ റവ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ റവ ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലോണം തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. റവ റെഡിയാക്കുമ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഒരുപാട് കൂടി പോയിട്ടുണ്ടെങ്കിൽ മിക്സ് കറക്റ്റായി വരില്ല. ഇപ്പം നമ്മളുടെ റവയ്ക്ക് കറക്റ്റ് വെള്ളം ആയതുകൊണ്ട് നമ്മളിവിടെ നല്ലോണം ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ബോൾ പോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുണ്ട്. അതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടി ഒരു 2 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. 2 സ്പൂൺ പഞ്ചസാര ചേർത്താൽ തന്നെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ മധുരം ചേർക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ച് മധുരം ചേർക്കുന്നുള്ളൂ, എനിക്ക് ഒരുപാട് മധുരം വേണ്ടാത്തതുകൊണ്ട്. ഇപ്പോൾ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ബോൾ റെഡിയാക്കി എടുക്കാം. കുറച്ച് റവ എടുത്ത് ഇതുപോലെ ബോളാക്കി എടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടി ചേർത്ത് ബോൾ നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മളുടെ ബോൾ ഇവിടെ മിക്സൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി റവയും നമുക്ക് ബോളാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ബോൾ ഇവിടെ റെഡിയാക്കി കിട്ടിയേക്കണം. നമ്മൾ ബാക്കി റവയും ഇപ്പോൾ ഇതുപോലെ തന്നെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വേണമെങ്കിൽ പുഴുങ്ങിയെടുക്കാം. നിങ്ങൾക്ക് ഫുള്ളും പുഴുങ്ങണമെങ്കിൽ ഫുള്ളും പുഴുങ്ങിയെടുക്കാം. പിന്നെ ഫുള്ളും ഫ്രൈ ചെയ്യണമെങ്കിൽ ഫുള്ളും ഫ്രൈ ചെയ്തെടുക്കാം. അധികം എണ്ണയൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പുഴുങ്ങി കഴിക്കണതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് എണ്ണയിലിട്ട് പൊരിക്കണത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് പൊരിച്ചും കഴിക്കാം. അപ്പോൾ നമുക്കിവിടെ 9 ബോളാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു 5 ബോൾ ഞാനിവിടെ
പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ബോൾ പെറുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മതിയായിരിക്കും. ആ നേരം കൊണ്ട് നമുക്ക് ഇതിൽ ബാക്കിയുള്ള ബോൾ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയും കൂടി ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ബോളിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചു വിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം നമ്മുടെ റവയൊക്കെ നല്ലോണം വെന്തതായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. നമുക്കിത് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മളുടെ ബോൾ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഉണ്ടോ, ബോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ നേരം കൊണ്ട് തന്നെ നമ്മൾ ആവിയിൽ പുഴുങ്ങാൻ വച്ചിരുന്ന ബോളും നല്ലോണം വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇത് തുറന്ന് നോക്കാം. നമ്മൾ ആവിയിൽ പുഴുങ്ങാൻ വച്ചിരുന്നതും വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 2 രീതിയിലുള്ള സ്നാക്ക് റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.